അപ്പോൾ എല്ലാവർക്കും ഈറ്റ്സ് ആൻഡ് ഔട്ട്ഡോർസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു തനി നാടനായിട്ടാണ് വന്നിരിക്കുന്നത്, കുമ്പളങ്ങ തോരൻ. അപ്പോൾ ഇത് അമ്മയുടെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ അമ്മ തന്നെയാണ് ഇവിടെ കുക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ശരിക്കും ഇത് കുമ്പളങ്ങ എന്നല്ല നമ്മൾ പറയുക, ഇതിനെ തടിയങ്ക എന്നാണ് പറയുന്നത്. കുമ്പളങ്ങ എന്ന് പറയുമ്പോൾ ചെറുതാണ്, അപ്പം ഇത് കുമ്പളങ്ങേനെക്കാട്ടിലും ഭയങ്കര വലുതാണ്. അതുകൊണ്ട് ഇതിനെ നമ്മുടെ നാട്ടിൽ തടിയങ്ക എന്നാണ് പറയുന്നത്. ഇത് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഇവിടെ കൃഷി ചെയ്തപ്പോൾ കിട്ടിയ കുമ്പളങ്ങയാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു 4-5 കുമ്പളങ്ങയോളം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഇത് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. അപ്പം ഇത് അവസാനം വന്ന കുമ്പളങ്ങയാണ്. ബാക്കിയെല്ലാം നമ്മൾ കുക്ക് ചെയ്തു. അപ്പോൾ ഇത് അവസാനം വന്ന കുമ്പളങ്ങയാണ്. അപ്പോൾ അത് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിനി കുക്കിങ്ങിലേക്ക് കടക്കാം. നമുക്കിത് തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് ഉള്ളിയാണ്. അപ്പം ഇത് സവോളയും ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞതാണ്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. അപ്പം തേങ്ങ ഏതാണ്ട് 1 മുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് കാന്താരിമുളകാണ്. പിന്നെ വേണ്ടത് ജീരകമാണ്, ചെറിയ ജീരകം. ഇത്രയും സാധനങ്ങളാണ് ഈ തോരൻ ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പം നമുക്ക് ഈ കുമ്പളങ്ങ കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്കിത് വലിയ കുമ്പളങ്ങയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്ര ആവശ്യമില്ല. അപ്പം നമുക്ക് അതിനകത്തുനിന്ന് കുറച്ച് തോരന് വേണ്ടി മാത്രം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കുമ്പളങ്ങ അതാണ്ട് തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ അരിയുമ്പോൾ ദാണ്ട് ഇതേപോലെ തന്നെയാണ് അരിയേണ്ടത്. ചെറിയതായിട്ട് കനം കുറഞ്ഞ് അരിയണം, വലിയ കഷ്ണങ്ങളായിട്ട് ഇടരുത്. അതാണ് നമ്മുടെ കുമ്പളങ്ങയെല്ലാം ഇവിടെ അരിഞ്ഞ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ തോരന് വേണ്ടിയിട്ട് തേങ്ങ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് തേങ്ങ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇരുന്ന ഏതാണ്ട് അരമുറിയോളം തേങ്ങയുണ്ട് അത്. അപ്പം അതിട്ട് കൊടുത്തു. അതിനുശേഷം അതിനകത്തോട്ട് ശകലം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കാന്താരിമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കാന്താരിമുളക് ഇല്ലെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇട്ടാലും മതി. പക്ഷേ കാന്താരിമുളക് ഇടുമ്പോഴായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ്. അപ്പം കാന്താരിമുളക് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇതൊന്ന് ചതച്ചെടുക്കാം. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ തോരനൊക്കെ നമ്മൾ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, അരഞ്ഞു പോകരുത് തേങ്ങ. അപ്പോൾ ദാണ്ട് ചതച്ചെടുത്തിട്ട് ദാണ്ട് ഈ പരുവത്തിൽ ചതച്ചെടുക്കുക. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഈ തോരൻ വെക്കാനായിട്ട് കടു വറക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു പാത്രത്തിനകത്തോട്ട് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ശകലം അരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോറ് വെക്കുന്ന അരിയാണിത്. അപ്പോൾ ഒരു ശകലം അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ അരി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അടുത്ത് ഇട്ട് കൊടുക്കുന്നത് കടുകാണ്. അപ്പം കടുക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഈ തോരനൊക്കെ വെക്കുമ്പം ഒരു ശകലം അരിയോ അല്ലെങ്കിൽ ഉഴുന്ന് പരിപ്പ് ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് കടുക് വറക്കുന്നത് ഭയങ്കര നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിനുശേഷം ഇതിനകത്തോട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ വറ്റൽമുളക് ഇട്ടതിന് ശേഷം ഇനി ഇടുന്നത് കറിവേപ്പിലയാണ്. അപ്പം ഒരു 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് തോരന്. ഒരു ചെറിയൊരു മഞ്ഞ കളർ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക.
അപ്പം ഉള്ളി ഇതിനകത്തിട്ട് ഭയങ്കരമായിട്ട് വഴറ്റുകയൊന്നും ചെയ്യരുത്. ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ഉള്ളി ഇട്ട് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക, അത്രയേ ഉള്ളൂ. ഭയങ്കരമായിട്ട് നമ്മൾ വഴറ്റുകയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ദാണ്ട് നമ്മുടെ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നേരത്തെ ചതച്ച് വെച്ചിരുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് തേങ്ങ ഇട്ടതിന് ശേഷം എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ 2 ടീസ്പൂണോളം ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് ചേർക്കുന്നത് കുമ്പളങ്ങയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന കുമ്പളങ്ങ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുമ്പളങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇതിനകത്ത് ഇനിയും കുമ്പളങ്ങ വേവാനായിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഈ കുമ്പളങ്ങയ്ക്ക് അതൊന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഇതിങ്ങനെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തല്ലി പൊത്തി വെക്കുകയാണ് ചെയ്യുന്നത് വേവാനായിട്ട്. അപ്പം അതിൻ്റെ ആ ചെറിയ ആവിയിൽ കിടന്ന് അത് നന്നായിട്ട് വെന്തോളും. എന്നിട്ട് ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ കുമ്പളങ്ങ ആയതുകൊണ്ട് വെള്ളം ഉണ്ടാവും. അപ്പോൾ വെള്ളം നന്നായിട്ട് തോരണം. അപ്പോൾ നമ്മുടെ ദാണ്ട കുമ്പളങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിനകത്തോട്ട് പകർന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇന്നത്തെ കുമ്പളങ്ങ തോരനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ രീതിയിൽ. അപ്പം ഇനിയൊരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.